മലപ്പുറത്ത് കോൺഗ്രസ് എം.എൽ.എമാർക്കായി സംഘടിപ്പിച്ച സ്വീകരണത്തിൽ കെ.സി. വേണുഗോപാലിനെ പുകഴ്ത്തിയ സംഭവത്തിൽ ഒളിയമ്പുമായി കെ. മുരളീധരൻ. തെരഞ്ഞെടുപ്പ് വിജയം മുഖ്യമന്ത്രി വി.ഡി. സതീശനും കൂടി അവകാശപ്പെട്ടതാണെന്ന് കെ. മുരളീധരൻ. ഇന്നലെ നടന്ന പരിപാടിയിലാണ് മലപ്പുറം ഡി.സി.സി അധ്യക്ഷൻ വി.എസ്. ജോയി ഉൾപ്പെടെ എം.എൽ.എമാർ കെ.സി. വേണുഗോപാലിനെ പുകഴ്ത്തിയത്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഞാൻ തവനൂരിൽ വിജയിച്ചതിൽ വിജയിക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ മത്സരിക്കുമ്പോഴും എനിക്ക് സീറ്റ് ലഭിക്കുമ്പോഴും ഞാൻ തിരഞ്ഞെടുപ്പ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോഴും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കുണ്ടായതിനേക്കാൾ വലിയ ടെൻഷൻ എന്നെ കുറിച്ച് വച്ചു പുലർത്തുന്ന നേതാവെന്ന് ഞാൻ കരുതിയത് പ്രിയപ്പെട്ട ശ്രീ കെ.സി. വേണുഗോപാൽ എം.പി. ആണ്. അദ്ദേഹം തിരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും എന്നെ സംബന്ധിച്ച് ഞാൻ മത്സരിക്കണമോ മത്സരിക്കണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്ന ആ സന്ദർഭത്തിലൊക്കെ തന്നെ എനിക്ക് വേണ്ടി മറ്റ് 140 സീറ്റുകളിൽ 139 കാര്യത്തിൽ എടുത്തതിനേക്കാൾ ഏറ്റവും കൂടുതൽ നന്നായി ശ്രദ്ധിക്കുക എന്നെ കെയർ ചെയ്ത പ്രിയപ്പെട്ട നേതാവ് ശ്രീ കെ.സി. വേണുഗോപാൽ എം.പി. ആണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ വിജയിക്കുന്നത് വരെ അദ്ദേഹം എനിക്ക് വേണ്ടി എടുത്ത ആ പ്രത്യേകമായൊരു സ്ട്രെയിൻ അത് കൃത്യമായി ബോധ്യമുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തോട് നന്ദിയും കടപ്പാടും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്താൻ എല്ലാവരും എന്ന് ഞാൻ പറയുന്നു. കാരണം നിങ്ങൾ അവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വരാത്തവരാരും ഇല്ല. നിങ്ങളൊക്കെ എന്നെ ജയിപ്പിക്കാൻ, നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ, എനിക്ക് മത്സരിക്കാൻ എനിക്ക് അവസരം തന്നത് മറ്റാരുമല്ല. ഞാൻ പറയുന്നു, സാക്ഷാൽ കെ.സി. വേണുഗോപാലാണ് എന്നത് അഭിമാനപൂർവ്വം പറയാൻ വേണ്ടി സാധിക്കും. മലപ്പുറത്ത് 4 എം.എൽ.എമാരുടെ ഒരു സ്വീകരണ യോഗത്തിനകത്ത് കെ.സി. വേണുഗോപാലിനെ മാത്രം പുകഴ്ത്തി എന്നൊരു വാർത്ത ഇന്ന് രാവിലെ മുതൽ വരുന്നു. മുഖ്യമന്ത്രിയെ കുറിച്ച് വാക്ക് പോലും പറഞ്ഞിട്ടില്ല. കെ.സി. ആണ് എല്ലാത്തിനും. അല്ല, പൊന്നാനി എം.എൽ.എ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണല്ലോ കേരളത്തിൽ ഭരണം നടക്കുന്നത്. അപ്പൊ അതിന്റെ നേട്ടങ്ങളൊക്കെ മുഖ്യമന്ത്രിക്കും കൂടെ അവകാശപ്പെട്ടു. നിർഭൻ ചക്രവർത്തി ചേരുകയാണ്. നിർഭൻ, കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യത്തിൽ വ്യക്തമായൊരു സൂചന നൽകുന്ന ഒരു യോഗമായിരുന്നു ഇന്നലെ മലപ്പുറത്ത് നടന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തി വി.ഡി. സതീശനെങ്കിലും കെ.സി. വേണുഗോപാൽ പക്ഷം ഒന്നും വിട്ടിട്ടില്ല, ഒന്നും മറന്നിട്ടില്ല, വിട്ടുകൊടുക്കാനും തോന്നുന്നില്ല എന്ന മട്ടിലാണ് കാര്യങ്ങൾ. കാരണം ഇന്നലത്തെ അവിടുത്തെ ഫ്ലെക്സ് ബോർഡുകളിൽ ഒരിടത്ത് പോലും വി.ഡി. സതീശൻ്റെ ഫോട്ടോ ഉൾപ്പെടുത്തിയിരുന്നില്ല. കെ.സി. വേണുഗോപാലിൻ്റെ ചിത്രങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് കോൺഗ്രസ് രാഷ്ട്രീയം പുതിയ സാഹചര്യത്തെ നേരിടാൻ പോകുന്നത്? ഷമി, നേരത്തെ തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ഘട്ടം മുതൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉടലെടുത്ത 2 ബലാബലങ്ങളുടെ ചേരി ഉണ്ടായിരുന്നു. അത് കൂടുതൽ ശക്തമായിട്ടുള്ള ചേരിപ്പോരിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന സൂചനയാണ് മലപ്പുറത്ത് നടന്ന ഈ യോഗം. ഈ യോഗവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഈ എം.എൽ.എമാർ മുഴുവൻ കെ.സി. വേണുഗോപാൽ അഭിനന്ദിക്കുന്നു. ആ യോഗത്തിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള പരാമർശമല്ല. മുഖ്യമന്ത്രിയാണ് ഈ സർക്കാരിനെ നയിക്കുന്നത്. അത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ ബോധപൂർവ്വം ഒഴിവാക്കി കെ.സി. വേണുഗോപാലിലേക്ക് കാര്യങ്ങൾ എത്തുന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള പുകഴ്ത്തലാണ് ആ യോഗത്തിൽ ഉണ്ടായത്. അത് നേരത്തെയുള്ള സംഘടനയുടെ സംവിധാനങ്ങൾക്കനുസരിച്ച് കോൺഗ്രസിനകത്ത് ഉടലെടുത്തിട്ടുള്ള പുതിയ ചേരിപ്പോരിന്റെ രൂക്ഷതയെ സൂചിപ്പിക്കുന്നതാണ്. കാരണം സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം 3 മാസത്തിലേക്ക് പോകുമ്പോൾ ഏകപക്ഷീയമായി വി.ഡി. സതീശൻ പല സമീപനങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളിൽ വിവാദത്തിലാകുന്നു. ആ പ്രതിരോധത്തിലാകുന്ന ഘട്ടത്തിൽ ഒന്നും ഈ കെ.സി. വേണുഗോപാലിനെ അനുകൂലിക്കുന്ന മന്ത്രിസഭയിലെ മന്ത്രിമാരോ ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട കെ.സി. അനുകൂലികളോ ഇതുവരെ വി.ഡി. സതീശനെ അനുകൂലിച്ച് രംഗത്ത് വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും വി.ഡിയുടെ നയസമീപനങ്ങളോട് ശക്തമായ എതിർപ്പ് മന്ത്രിസഭയ്ക്കകത്തും പുറത്തും പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. അതിന്റെ കൂടി ഒരു പ്രതിഫലനമായി ഇതിനെ കാണേണ്ടി വരും. വരുംകാലങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം ഉടലെടുത്തിരിക്കുന്ന രാഷ്ട്രീയ ഈ ബലാബലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഫലനമാണിത്. ഇക്കാര്യത്തിൽ വി.ഡി. സതീശൻ ഇതുവരെ മാധ്യമങ്ങളോട് തന്റെ അഭിപ്രായം വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ വി.ഡി. സതീശനെ പിന്തുണച്ച് മറ്റു നേതാക്കളൊന്നും ഇതുവരെ വന്നിട്ടില്ല. കെ. മുരളീധരൻ മാത്രമാണ് ഒരു ഒളിയമ്പുമായി പ്രതികരണം നടത്തിയത്. സ്വാഭാവികമായി കെ.സി. വേണുഗോപാലിനെ പുകഴ്ത്തുമ്പോൾ സർക്കാരിനെ നയിക്കുന്ന സ്വാഭാവികമായി അത് വി.ഡി. സതീശന് കൂടി അവകാശപ്പെട്ടതാണ് ആ അഭിനന്ദനങ്ങൾ എന്ന ഒറ്റ വാക്കിൽ കെ. മുരളീധരൻ മറുപടി ഒതുക്കുകയായിരുന്നു. പക്ഷേ മറ്റു നേതാക്കളൊന്നും ഇക്കാര്യത്തിൽ വിവാദങ്ങൾ പ്രതികരിച്ചിട്ടില്ല. സജീവമായി വാർത്തകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരു യോഗം വിളിച്ചു ചേർക്കുമ്പോൾ അവിടുത്തെ ആ യോഗത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല അഭിനന്ദന യോഗത്തിൽ? കാരണം
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശനായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നയിച്ചിരുന്നത്. അന്നൊന്നും പരസ്യമായി പറയാത്ത നിലപാട് ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിൽ വി.ഡി. സതീശൻ എത്തിയ ശേഷം കെ.സിക്ക് അനുകൂലമായി എന്തുകൊണ്ടാണ് ഈ എം.എൽ.എമാർ അഭിപ്രായം പറയുന്നതെന്ന് ചോദിച്ചാൽ ഷമി നേരത്തെ ചോദിച്ച ചോദ്യമാണ് ഏറ്റവും പ്രസക്തം. കാരണം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ഈ ശാക്തീയ ബലാബലത്തിൽ ഇപ്പോഴും സംഘടനാ കാര്യങ്ങളിലും ഈ മുന്നണിക്കുള്ളിലും ഒപ്പം തന്നെ സർക്കാരിലും നിയന്ത്രണം കെ.സിക്ക് അനുകൂലം തന്നെയാണ്. പക്ഷേ ഒരു പൊട്ടിത്തെറിക്ക് മുമ്പുള്ള പരസ്യ പ്രതികരണത്തിന് മുമ്പുള്ള പല നേതാക്കളുടെ പലതരത്തിലുള്ള പ്രതികരണത്തിന്റെ ഭാഗമായി ഇതിനെ എടുക്കേണ്ടി വരും. ഷമ്മി. നിർഭൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ നാസർ കോളായിയും എം ജയചന്ദ്രനും ചേരുന്നു നമ്മളോടൊപ്പം. ശ്രീ നാസർ കോളായി, മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിൻ്റെ എം.എൽ.എമാരടക്കം പങ്കെടുത്ത ഒരു യോഗം, അതിൽ പരസ്യമായി കെ.സി. വേണുഗോപാലിനെ പ്രശംസ കൊണ്ട് മൂടുകയാണ് വി.എസ്. ജോയിയും അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തും ഒക്കെ തന്നെ. തന്നോട് കാണിച്ച സ്നേഹം വളരെ വ്യക്തമായി ഹൃദയാർദ്രമായ വാക്കുകളോടെയാണ് വി.എസ്. ജോയി പ്രകടിപ്പിക്കുന്നത്. അത് ശരിക്കും വി.ഡി. സതീശനുള്ള മുന്നറിയിപ്പാണ്, കെ.സി. വേണുഗോപാൽ നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ്. അങ്ങനെ കാണാമോ? തീർച്ചയായും ഇത് തെരഞ്ഞെടുപ്പ് ഘട്ടം മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് പോരാട്ടമാണ്. ഇതില് കേരളത്തിലെ എം.എൽ.എമാരിൽ 95% കെ.സി. വേണുഗോപാലിന്റെ കൂടെ. കെ.സി. വേണുഗോപാല് മുഖ്യമന്ത്രിയാവുമെന്നുള്ള രൂപത്തിലാണ് വന്നത്. പക്ഷെ അവസാനം നമ്മള് പല ലഹളകളും കേട്ട കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ലഹള കേട്ടത്. ആ ലഹളയുടെ അവസാനത്തിലാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുന്നത്. ഇപ്പോ മലപ്പുറത്ത് നടന്ന പരിപാടിയിൽ പ്രസംഗിച്ചവരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരിലെ ഒരാളായ A.P. അനിൽകുമാർ. A.P. അനിൽകുമാർ ഓർക്കുന്നുണ്ടാവും ഷമ്മി, തെരഞ്ഞെടുപ്പിന്റെ എം.എൽ.എമാരുടെ ഈ മുഖ്യമന്ത്രി ചർച്ച നടക്കുന്ന സമയത്ത് കെ.സി. വേണുഗോപാലിന് വേണ്ടി മുസ്ലിം ലീഗിന്റെ സ്വാധീനം കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണ തേടി അന്ന് പാണക്കാട്ടേക്ക് A.P. അനിൽകുമാർ വന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ കഠിനമായ പരിശ്രമം വി.ഡി. സതീശന് വേണ്ടി നടത്തിയ അനിൽകുമാർ അടക്കമുള്ള ആളുകൾ അവരെല്ലാവരും ഇപ്പോഴും മാനസികമായി നമ്മൾ മനസ്സിലാക്കുന്നത് കെ.സി. വേണുഗോപാലിന്റെ കൂടെ തന്നെയാണ്. അതുകൊണ്ടാണ് കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഇവരെല്ലാം വലിയ വാശിയിൽ പിടിച്ചു പറഞ്ഞതാണല്ലോ പുതിയ മുഖ്യമന്ത്രിയുടെ ആവേശമൊക്കെ. അപ്പോൾ കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട എം.എൽ.എമാരുടെ ഒരു സ്വീകരണം നൽകുമോ? കോൺഗ്രസിന്റെ ഒരു സമ്മേളനം നടക്കുമ്പോഴല്ല, കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട എം.എൽ.എമാരുടെ ഒരു സ്വീകരണം നടക്കുമ്പോൾ ആ എം.എൽ.എമാരുടെ പൊക്കിയിട്ടാണ് മുഖ്യമന്ത്രി ആയിട്ടുള്ളത്. അല്ലെങ്കിലും അങ്ങനെയല്ല വി.ഡി. സതീശൻ ആയിട്ടുള്ളത് അല്ല എന്നുള്ളതെങ്കിലും എം.എൽ.എമാരാൽ നയിക്കപ്പെടുന്ന വരുന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ ചിത്രം സ്വാഭാവികമായി അതിൽ വരണം. പക്ഷെ അവരിപ്പോഴും കൂറ് കാണിക്കുന്നത് കെ.സിയോടാണ്. കാരണം AICCയുടെ രാഷ്ട്രീയകാര്യ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് AICCയുടെ അടുത്ത് സ്വാധീനമുള്ളത് കെ.സിക്കാണ് എന്നിവർക്കറിയാം. ആര്യാടന്റെ ഷൗക്കത്തിന്റെ പ്രസംഗം നമ്മൾ കേൾക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഉപതെരഞ്ഞെടുപ്പിലടക്കം ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിലടക്കം എന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കാരണക്കാരൻ കെ.സിയാണ്. അത് തന്നെയാണ് എല്ലാ എം.എൽ.എമാരും കെ.സിയോടൊപ്പം നിൽക്കുന്നത്. കാരണം AICC സ്വാധീനം ചെലുത്തി ഈ പറയുന്ന ആളുകൾക്കൊക്കെ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിത്വം കൊടുത്തിട്ടുള്ളത് കെ.സി. വേണുഗോപാലാണ്. മാത്രമല്ല AICCയുടെ വിതരണത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പല കണക്കുകളും. ആ കണക്കൊക്കെ പ്രകാരം തനിക്ക് വേണ്ടി സജീവമായി തനിക്ക് വേണ്ടി ഉണ്ടാകും എന്നുള്ള ആളുകൾക്ക് വേണ്ടി കെ.സി. വേണുഗോപാലിന് AICCയുടെ ഫണ്ട് കൂടുതൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് അയ്യപ്പനും കോശി എന്ന് പറയുന്ന സിനിമയിലെ പോലെ ഈ കളിയിൽ നമ്മളില്ല, നമ്മൾ ഇരുന്ന് കാണുകയാണ്. പക്ഷെ നമുക്കറിയാം ഇപ്പൊ ഇവിടെ മുരളീധരന്റെ സംസാരത്തിനിടയിൽ പറയുന്നത് പൊന്നാനി MLA പറഞ്ഞല്ലോ എന്നൊക്കെ സൂചിപ്പിക്കുന്ന രൂപത്തിൽ ഡൽഹിയിലടക്കം പൊന്നാനി MLA നൗഷാദ് അലി മാത്രമായിരുന്നു കെ.സി. വേണുഗോപാലിനൊപ്പം ഉണ്ടായത്. അത് നമ്മള് ഈ ദുരന്തമുണ്ടായപ്പോ, വയനാട്ടിലെ ദുരന്തമുണ്ടായപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു പോകുമ്പോൾ കൂടെയുള്ളത് ഈ നൗഷാദ് അലിയാണ്. ആ കോക്കസ് കളി ഇപ്പോഴും ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ചക്രാത്തി പോരാട്ടം. ഇത് കെ.സിക്ക് AICC ആ പദവിയിൽ ഇരിക്കുമ്പോഴും കാലം ഈ MLA അവരുടെ കൂടെ ഉണ്ടാവും. നമുക്കറിയാം പഴയകാല കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ദിരാഗാന്ധിയുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നത് കരുണാകരനായിരുന്നു ആ സ്വാധീനം. ആന്റണിക്ക് അത്ര സ്വാധീനമില്ല. പിന്നീട് കരുണാകരന് ആ ബന്ധപ്പെട്ടു.
പിന്നീട് ആ ബന്ധം ഉണ്ടായിരുന്നത് രമേശ് ചെന്നിത്തലക്കായിരുന്നു. അപ്പൊ കുറെ ആളുകൾ രമേശ് ചെന്നിത്തലയുടെ കൂടെ. ഇന്ന് രമേശ് ചെന്നിത്തലയേക്കാളൊക്കെ കൂടുതൽ AICCയിൽ സ്വാധീനമുള്ളത് KC വേണുഗോപാലിനാണ്. അതുകൊണ്ടാണ്, അല്ലാതെ ഇവരുടെ രാഷ്ട്രീയ നെറികേട് ആരെക്കുറിച്ചും ഒരക്ഷരം നമുക്ക് പറയാനില്ല. നല്ല കാര്യങ്ങൾ ഇവര് BJPയുമായിട്ടുള്ള ഇവരുടെ നിലപാടും കാര്യങ്ങളൊക്കെ. പക്ഷേ VD സതീശിനെ എവിടെയൊക്കെ കൂട്ടാൻ പറ്റുമോ ഒക്കെ ഇവര് നോക്കുന്നുണ്ട്. ഇപ്പോ വന്ദേ മാതരം അടക്കമുള്ള വിഷയങ്ങളെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ഇവരുടെ നിലപാടുകൾ എന്താണ്? ഇപ്പൊ കേരളത്തിൽ വന്ദേ മാതരം ചൊല്ലിയില്ല, എന്നാൽ ഡൽഹിയിൽ AICC ആസ്ഥാനത്ത് വന്ദേ മാതരം ചൊല്ലി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് KC വേണുഗോപാലിന്റെ നിലപാട് RSSനും BJPക്കും അനുകൂലമല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം, AICCയുടെ അരമന രഹസ്യങ്ങളുടെ കലവറ സൂക്ഷിപ്പുകാരൻ കൂടിയാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് KCയെ അവിടെ നിന്ന് പെട്ടെന്ന് മാറ്റാനുള്ള ഒരു സംവിധാനം AICCയുടെ അടുത്തുണ്ടാവില്ല. ഇപ്പൊ AICCയിൽ സ്വാധീനമുള്ളിടത്തോളം കാലം ഈ MLA മാര് KCയുടെ കൂടെ നിൽക്കും. കാരണം ഒരു കാര്യം ഉറപ്പാണ്, VD സതീശന് അധിക കാലം മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കാൻ കഴിയില്ല. അത് നന്നായി ബോധ്യമുള്ള ആളും VD സതീശൻ തന്നെയാണ്. അതുകൊണ്ടാണ് കിട്ടുന്ന അവസരങ്ങളിൽ എവിടുന്നെല്ലാം അടിച്ചു മാറ്റാൻ പറ്റുമോ അതെല്ലാം അടിച്ചു മാറ്റാവുന്ന രൂപത്തിലുള്ള ഒരു ഭരണവുമായി അതേ മുന്നോട്ട് പോകുന്നത്. ഇത് ആന്റണിയുടെ കാലത്ത്, കരുണാകരന്റെ കാലത്ത് ഒക്കെ നമ്മൾ കണ്ടതാണ്. MLA മാര് മാത്രമല്ലല്ലോ, KPCCയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ് എവിടെയായിരുന്നു? ഏത് പക്ഷത്തായിരുന്നു? അദ്ദേഹം KC വേണുഗോപാലിന്റെ പക്ഷത്തായിരുന്നല്ലോ. ആരാണ് VD സതീശന്റെ കൂടെയുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാത്ത അജ്ഞാതരായ ആരൊക്കെയോ ഏതൊക്കെയോ ശക്തികൾ നമുക്കറിയാം. മംഗലാപുരത്ത് പോയി നമ്മുടെ അദാനി ഗ്രൂപ്പിന്റെ ആളുകളെ കണ്ടത്, അവരുടെ ഈ അദാനി ഗ്രൂപ്പിന്റെ ഷെയർ വിറ്റത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ VD സതീശന് മുഖ്യമന്ത്രിയാകുന്നതിന്റെ പിന്നിലുള്ളത് MLA മാരല്ല. MLA മാരുടെ ഭൂരിപക്ഷ പ്രകാരമാണ് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത്. ഞാൻ സംശയിക്കുന്നു, നേരത്തെ ഉമ്മൻചാണ്ടിക്കായിരുന്നു MLA മാരുടെ പിന്തുണ. ആ പിന്തുണ ഉണ്ടായിട്ടും അത് തട്ടിമാറ്റി പ്രതിപക്ഷ നേതാവായ ഒരാൾ കൂടിയായിരിക്കണം VD സതീശൻ. അതുകൊണ്ട് കോൺഗ്രസിലും ചില കാര്യങ്ങൾ കാലം കണക്ക് പറയിപ്പിക്കുന്നതായി അങ്ങനെയും വരാം. സുധാകരൻ എന്ന് പറയുന്ന KPCC പ്രസിഡന്റിനെ ഏറ്റവും കൂടുതൽ ധിക്കരിച്ചിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ പൊതുവേദിയിൽ പരസ്യമായി അപമാനിക്കുന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്ത ആൾ കൂടിയാണ് VD സതീശൻ. ഏതായാലും VD സതീശൻ പൂർണ്ണമായി RSSനെ കീഴടങ്ങിക്കൊണ്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കുന്നത് അദ്ദേഹത്തിന് അറിയാം. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അധികകാലം മുഖ്യമന്ത്രിയായി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് കിട്ടുന്ന അവസരത്തിൽ പരമാവധി ഉപയോഗിച്ച് തന്റെ ആളുകളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു രീതിയിലാക്കാണ് പോകുന്നത്. ഇപ്പൊ മുരളീധരൻ മാത്രമാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത്. ഈ വന്ദേ മാതരത്തിന്റെ കാര്യത്തിലടക്കം മുരളീധരൻ മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം VD സതീശന്റെ കൂടെയുള്ളത്. നമുക്ക് ഏതായാലും ഞാൻ ആമുഖം നേരത്തെ പറഞ്ഞതുപോലെ ഗാലറിയിൽ ഇരുന്ന് കളി കാണാം. ഈ ചക്രാത്തി പോരാട്ടം എവിടെ വരെ എത്തും എന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. തീർച്ചയായും നന്ദി ശ്രീ നാസർ കോളായി പ്രതികരിച്ചതിന്. M ജയചന്ദ്രൻ തുടരുകയാണ്. ശ്രീ ജയചന്ദ്രൻ, കോൺഗ്രസിലെ സംഘടനാ സംവിധാനത്തിലും അതിൻ്റെ പാർലമെൻ്ററി തലത്തിലും തൻ്റെ സ്ഥാനം വളരെ ദുർബലമാണ്, അല്ലെങ്കിൽ തൻ്റെ കൂടെ നിൽക്കുന്നവരുടെ എണ്ണം വളരെ പരിമിതമാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് KC വേണുഗോപാൽ VD സതീശനെ ഓർമ്മിപ്പിക്കുന്നത് പോലെ തോന്നും ഇന്നലെ മലപ്പുറത്ത് നടന്ന പരിപാടി കണ്ടാൽ. VS ജോയിയെ പോലെ, ആര്യാടൻ ഷൗക്കത്തിനെ പോലെ, KP അനിൽകുമാറിനെ പോലെ ഒക്കെ ഉള്ള ആൾക്കാർ വന്ന് KC വേണുഗോപാലിൻ്റെ അപദാനങ്ങൾ നിരന്തരമായി പാടിപ്പുകഴ്ത്തുമ്പോൾ പോസ്റ്ററിൽ ഒരു ചെറിയ സ്പേസ് പോലും VD സതീശൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് കൊടുത്തില്ല എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ശ്രീ ജയചന്ദ്രൻ, ഇതില് തുടക്കം മുതലേ കാര്യങ്ങൾ എങ്ങനെയാണ് പുതിയ മന്ത്രിസഭയിൽ ഉരുത്തിരിഞ്ഞ് വന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമായ കാര്യമാണ്. പക്ഷേ മലപ്പുറം എപ്പിസോഡിന് പുതിയ ചില മാനങ്ങളുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഷമ്മി. കാരണം 16 MLA-മാരാണ് മലപ്പുറം ജില്ലയിൽ നിന്നുള്ളത്. ഇത്തവണ LDF MLA-മാരില്ല, മുഴുവൻ UDF ആണ്. അതിൽ തന്നെ അനിൽകുമാർ, ആര്യാടൻ ഷൗക്കത്ത്, VS ജോയി, നൗഷാദ് അലി, 4 പേര് കോൺഗ്രസ്സുകാരാണ്. നൗഷാദ് അലി മാത്രം, പൊന്നാനി MLA മാത്രം സതീശൻ പക്ഷത്ത് നിൽക്കുന്നു. ബാക്കി 3 പേരും KC വേണുഗോപാൽ പക്ഷത്ത് നിൽക്കുന്നു. മന്ത്രിസഭയിൽ K മുരളീധരൻ മാത്രമാണ് VD സതീശനൊപ്പം. പിന്നെ അടുത്ത
ഗ്രൂപ്പിന്റെ പ്രതിനിധി എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. അപ്പോ വി ഡി സതീശനും കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും കഴിഞ്ഞാൽ ബാക്കി മന്ത്രിസഭയിലെ കോൺഗ്രസ് മന്ത്രിമാരെല്ലാം കെ സി വേണുഗോപാൽ പക്ഷത്താണ്. എന്നിട്ടും കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രിയാവാൻ കഴിയാഞ്ഞതിന് കാരണം നമുക്കറിയാവുന്നതുപോലെ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദമാണ്. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിനെ ജോസഫ് ഗ്രൂപ്പും ഷിബു ബേബി ജോണും എൻഡോഴ്സ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായത്. അത് രഹസ്യമായ കാര്യമൊന്നുമല്ല. പക്ഷെ അന്ന് മുതൽ ഈ ആന്തരികമായി ഈ ദൗർബല്യം, സ്വന്തം പക്ഷത്ത് നിൽക്കാൻ മന്ത്രിസഭയിൽ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള മന്ത്രിമാരിൽ പോലും ആൾക്കാരുടെ ഭൂരിപക്ഷം ഇല്ല എന്നുള്ള വലിയ ആന്തരിക ദൗർബല്യമാണ് സതീശൻ സർക്കാരിന്റെ ഏറ്റവും വലിയ ബലഹീനത. ആ ബലഹീനതയെ പരമാവധി വേഗത്തിലല്ല, പരമാവധി സാവധാനം മുതലെടുക്കുക, ചൂഷണം ചെയ്യുക എന്നുള്ള തന്ത്രമാണ് കെ സി വേണുഗോപാൽ ആവിഷ്കരിച്ച് പോരുന്നത്. അപ്പോൾ അത് ഓരോ കാര്യങ്ങളിലും ക്രമേണയായിട്ടാണ് അത് പുറത്തേക്ക് വരിക. ഒറ്റയടിക്ക് അത് പുറത്തേക്ക് കൊണ്ടുവരിക, ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ അജണ്ടയിലില്ല. കാരണം 5 വർഷം ഭരണം എന്നുള്ളത് കെ സി വേണുഗോപാൽ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ സതീശനെ നിഷ്കാസനം ചെയ്യണമെങ്കിൽ അത് സാവധാനത്തിലാകണം. MLA മാരുടെ വലിയൊരു വിഭാഗം തനിക്കൊപ്പമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സതീശന് ഏറ്റവും നന്നായി അറിയാം, ലീഗിനറിയാം, ഷിബു ബേബി ജോണിനറിയാം, ജോസഫിനറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ മുസ്ലിം ലീഗിന്റെ നിർബന്ധം പരിപൂർണമായിട്ട് അംഗീകരിച്ചതിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു മന്ത്രിസഭ ആയതുകൊണ്ട് ആന്തരികമായ ദൗർബല്യത്തെ കൂടുതൽ ഈ ആന്തരികമായി തന്നെ തളർത്തുക എന്നുള്ള ഒരു തന്ത്രമാണ് സ്വീകരിച്ചു പോരുന്നത് കെ സി വേണുഗോപാൽ. അതിന്റെ ഒരു പുതിയ എപ്പിസോഡായിട്ട് തന്നെയാണ് ഇത് കാണേണ്ടത്, മലപ്പുറം എപ്പിസോഡിനെ കാണേണ്ടത്. അത് കുറച്ചുകൂടെ പ്രകടമായി വരികയാണ്. തങ്ങളുടെ നേതാവ് കെ സി വേണുഗോപാലാണ് എന്ന് പരസ്യമായി പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അനിൽകുമാറിന്റെയും ആര്യാടൻ ഷൗക്കത്തിന്റെയും VS ജോയിയുടെ നേതാവ് കെ സി വേണുഗോപാലാണെന്ന് ആർക്കാണ് അറിയാൻ വയ്യാത്തത്? പിന്നെന്തിനാണ് യോഗം വിളിച്ചുകൂട്ടി പറയുന്നത്? അതൊരു മുന്നറിയിപ്പാണ്. ഞങ്ങൾ ദാ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രിക്ക് നൽകുന്ന മുന്നറിയിപ്പായിട്ട് മാത്രമേ നമ്മളതിനെ തിരിച്ചറിയേണ്ടതുള്ളൂ എന്ന് തന്നെയാണ് അവരുറപ്പിക്കുന്നത്. ആര്? ഈ 3 നേതാക്കളും കെ സി വേണുഗോപാലും ഉൾപ്പെടെ ഉള്ളവർ. അവിടെ പൊന്നാനി MLAയുടെ ദുർബലമായ ശബ്ദം അവർ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. അതിനെ സംബന്ധിച്ച് ഇന്ദു മുരളീധരൻ പ്രതികരിക്കുകയാണ്, മുഖ്യമന്ത്രിയും കൂടെ ചേർന്നാണല്ലോ നയിക്കുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. മുഖ്യമന്ത്രിയും കൂടെ ചേർന്നാണല്ലോ മന്ത്രിസഭ നയിക്കുന്നത്. അത്രയേ ഉള്ളൂ. മുരളീധരനും അതിനപ്പുറത്തേക്ക് ഒരു ഊന്നൽ കൊടുക്കാൻ മുഖ്യമന്ത്രിയുടേതാണ് മന്ത്രിസഭയെന്നും മുഖ്യമന്ത്രിയാണ് നയിക്കുന്നത് എന്നും ഉറപ്പിച്ചു പറയാൻ കെ മുരളീധരൻ എന്ന സതീശൻ ഭക്തന് പോലും കഴിയുന്നില്ല. മുഖ്യമന്ത്രിയും കൂടെ ചേർന്നാണല്ലോ നയിക്കുന്നത് എന്ന ദുർബലമായ വാദത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഈ വാദം താഴ്ന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങൾ പ്രകടമാണ്. ഒരു ഗ്രൂപ്പിസം എന്നുള്ള നിലയിലേക്ക് അതിനെ ഇപ്പോൾ അങ്ങനെ കാണിക്കുന്നില്ലെങ്കിലും ക്രമേണയായി അത് കരുത്താർജിക്കുകയാണ് അവരുടെ ആ സംഘടിത സ്വഭാവം എന്നുള്ളത് തന്നെയാണ്. അത് ഗവൺമെന്റ് നയങ്ങളിലൊക്കെ പല ഘട്ടങ്ങളിലായി പൊളിഞ്ഞു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. സതീശൻ മുമ്പോട്ട് വെക്കുന്ന നയങ്ങളെല്ലാം യൂട്ടേൺ അടിക്കുന്നു മാധ്യമങ്ങൾ പറയുമ്പോഴും ഈ യൂട്ടേൺ എന്ന് പറയുന്നത് ആന്തരികമായ വൈരുദ്ധ്യങ്ങളുടെ പ്രതിഫലനത്തിന്റെ ഭാഗമായിട്ടാണ് യൂട്ടേൺ മുഖ്യമന്ത്രിക്ക് അടിക്കേണ്ടി വരുന്നത് എന്നുള്ളത് മാധ്യമങ്ങൾ പറയാറുമില്ല. പക്ഷെ കൈരളിയിൽ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത് വേറെ കാര്യം. കൈരളിയും ദേശാഭിമാനിയും ജനയുഗവും അടക്കമുള്ള മാധ്യമങ്ങൾ ചെയ്യുന്നത് പോലെ വൃത്തിയായിട്ട് അതാരും ചെയ്യുന്നുമില്ലല്ലോ. അപ്പൊ ആ തരത്തിലുള്ള ആന്തരിക ദൗർബല്യങ്ങൾ നന്നായി തന്നെ സതീശൻ മന്ത്രിസഭയിൽ മൂർച്ഛിച്ചു വരികയാണ് എന്നുള്ളതിന്റെ പ്രകടമായ തെളിവ് തന്നെയാണ് നമ്മൾ ഇന്നലെ മലപ്പുറത്ത് കണ്ടത്. ഈ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിവാദങ്ങളിൽ, അല്ലെങ്കിൽ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് വരുന്ന പല വിവാദങ്ങളിൽ ഒരു കോൺഗ്രസ് നേതാവോ അല്ലെങ്കിൽ മന്ത്രിമാരിൽ തന്നെ ഈ പറയുന്ന പോലെ പ്രമുഖരായിട്ടുള്ള ആരെങ്കിലുമോ അദ്ദേഹത്തെ ഒരർത്ഥത്തിലും പ്രതിരോധിക്കാൻ, വി ഡി സതീശനെ പ്രതിരോധിക്കാൻ രംഗത്ത് വരുന്നില്ല എന്നുള്ളത് അത് യാദൃശ്ചികമാണോ ശ്രീ ജയചന്ദ്രൻ? അല്ല, അതങ്ങനെയല്ല. അതിനെ കാണേണ്ടത് ഗവൺമെന്റ് തങ്ങളുടെയാണ്. പക്ഷെ തങ്ങളുടെ നയങ്ങൾ തങ്ങളുടെ വകുപ്പുകളിലാണ് നടപ്പിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഇരിക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ആർക്കെങ്കിലും അതിനെ ഡിസെൻഡ് ചെയ്യാൻ കഴിയില്ലല്ലോ. ധനകാര്യം ഇരിക്കുന്ന മുഖ്യമന്ത്രിയുടേതാണ്. ബാക്കിയുള്ള മന്ത്രിമാർക്കും MLA-മാർക്കും അടക്കം പലപ്പോഴും ധനകാര്യ വകുപ്പിനെ കീഴടങ്ങി കൊണ്ടേ പോകാൻ പറ്റൂ. അവരുടെ താല്പര്യങ്ങൾക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കാനും പറ്റൂ. അത് ഭരണകക്ഷിയാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ധനകാര്യ വകുപ്പിന് നിർണായകമായ മേധാവിത്വം സ്വാധീനമുള്ള സംഗതി തന്നെയാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ തങ്ങളുടെ വകുപ്പുകളിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും
പൊതുവായ നയനിലപാടുകൾ മുന്നണി UDF മുന്നണി കൺവീനർ എവിടെയാണ് ഷമ്മി? അങ്ങനെ ആളിനെ കാണാനുണ്ടോ? മുന്നണിക്ക് എന്തെങ്കിലും നയമുള്ളതായിട്ട് നാട്ടുകാരുടെ അദ്ദേഹത്തിന് പറയാനുണ്ടോ? ഒന്നുമില്ലല്ലോ. KPCCക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട്, പേരിന് മാത്രം. KPCCക്ക് എന്തെങ്കിലും നയമുണ്ടോ? ആ നയമനുസരിച്ചാണോ ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ? അങ്ങനെ പറയാൻ KPCC പ്രസിഡന്റ് എപ്പോഴെങ്കിലും കഴിയുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇത് ആഴ്ചതോറും ബുധനാഴ്ച തോറും നടക്കുന്ന വാർത്താ സമ്മേളനങ്ങളിൽ നടക്കുന്ന ഒരു ജഗപോക ഒഴിച്ചാൽ മറ്റു കാര്യങ്ങളൊക്കെ എന്താണ് കാണുന്നത്? സതീശന്റെ ഇഷ്ടം പോലെ സതീശൻ ചെയ്യുന്നു. അത് സ്വന്തം വകുപ്പിലും 3 വകുപ്പുകളുണ്ടല്ലോ പ്രധാനപ്പെട്ട, ആ 3 വകുപ്പുകളിലും ചെയ്യുന്നു. മന്ത്രിമാർ അവരവരുടെ വകുപ്പുകളിൽ തങ്ങളാലാവുന്ന നിലയിൽ എന്തൊക്കെയോ ചെയ്ത് പോരുന്നു. അതിന്റെ അപ്പുറത്തേക്ക് സംഘടിതമായ ഒരു ക്യാബിനറ്റ് ഫംഗ്ഷനിങ് അവിടെ കാണാനില്ല. നമ്മളത് കാണുന്നുമില്ല. അതിനെക്കുറിച്ച് വേവലാതി UDF-നില്ല, KPCC-ക്കില്ല, കൂടെ നിൽക്കുന്ന മാധ്യമങ്ങൾക്കുമില്ല. അതങ്ങനെ അങ്ങ് പോയാൽ മതി. കാര്യം LDF-നെ ഒഴിവായി കിട്ടിയല്ലോ. അപ്പൊ എങ്ങനെങ്കിലും ഒന്ന് ഭരിച്ചു പോട്ടെ, സതീശന്റെ തന്നിഷ്ടപ്രകാരമെങ്കിലും അങ്ങനെ എന്ന് പറഞ്ഞാണ് അവർ വിട്ടിരിക്കുന്നത്. പക്ഷേ മറുപക്ഷം തക്കം പാർത്തിരിക്കുക തന്നെയാണ്. ഞങ്ങൾ തക്കം പാർത്തിരിക്കുന്നുണ്ട് എന്ന് സതീശനെ മാത്രമല്ല കൂടെ നിൽക്കുന്ന സതീശ മിത്രങ്ങൾക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇന്നലത്തെ മലപ്പുറം യോഗത്തിൽ ഇത്തരം കാര്യങ്ങൾ പരസ്യമായി തന്നെ ഈ MLA-മാർ, മന്ത്രി ഉൾപ്പെടെ വെളിപ്പെടുത്തുന്നത്. അനിൽകുമാർ അത് തന്നെയാണല്ലോ പറഞ്ഞത്. അപ്പൊ അത് മന്ത്രിയും MLA-മാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് തന്നെ വെളിപ്പെടുത്തുകയാണ്. തങ്ങളുടേതായ സെറ്റപ്പിൽ തന്നെ നിൽക്കുകയാണ്. അതിലാർക്കും ഒരു സംശയവും വേണ്ട. KC വേണുഗോപാൽ അനിഷേധ്യനായി തന്നെ തങ്ങൾ കൊണ്ടു നടക്കുകയാണ്. ഇപ്പോ ഈ KC വേണുഗോപാല് എത്രത്തോളം തന്നെ പരിഗണിച്ചു എന്ന് VS ജോയ് പറയുമ്പോൾ അദ്ദേഹം കരഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. സന്തോഷത്തിന്റെ കരച്ചിലിന്റെ വക്കിലത്ത് നിന്നാണ് ജോയി ആ വർത്തമാനം പറയുന്നത്. അത്രമേൽ ആരാധനയോടുകൂടിയാണ് ഒരു MLA തന്റെ നേതാവായി MPയെ പറ്റി, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയെ പറ്റി ഈ യോഗത്തിൽ പറയുന്നതിന്റെ അർത്ഥം അത് ഏറ്റവും നന്നായി മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് കരുത്തനായ എതിരാളി ഇവിടെ തന്നെ ഉണ്ട്, വേറെ എങ്ങും പോകണ്ട, പുതിയതായി റീഗ്രൂപ്പ് ചെയ്യേണ്ട കാര്യമില്ല, ഞങ്ങൾ ഇവിടെ തന്നെ മുഖ്യമന്ത്രിയുടെ പിന്നിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് മലപ്പുറത്ത് എന്ന് പറയുമ്പോൾ, മുസ്ലിം ലീഗിന്റെ കോട്ടയം മലപ്പുറത്ത് എന്ന് പറയുമ്പോൾ അതിന് ചെറിയ അർത്ഥങ്ങളല്ല ഉള്ളത്. വലിയ മാനങ്ങൾ തന്നെയുള്ള നടപടികളാണ് അതിൽ ഒളിച്ചിരിക്കുന്നത് എന്ന് തന്നെ കരുതുകയും വേണം. നന്ദി ശ്രീ ജയചന്ദ്രൻ പ്രതികരിച്ചതിന്.